മനസ്സു നിറയെ അസ്വസ്ഥമായ ചിന്തകളുമായി ഫ്യൂജി ആ മരത്തറയിൽ ചമ്രം പടിഞ്ഞിരുന്നു. ആശങ്കയാൽ അവൻ പതുക്കെ ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ശാന്തി എനിക്കെന്നും അന്യമാകുന്നത്? ഗുരു ഷിൻസെ തികഞ്ഞ ശാന്തതയോടെയും വാത്സല്യത്തോടെയും അവന്റെ കണ്ണുകളിൽ നോക്കി. ഒരു വാക്കുപോലും പറയാതെ അദ്ദേഹം ദ്വാരങ്ങൾ നിറഞ്ഞ നെയ്തെടുത്ത ഒരു പഴയ കൊട്ട അവന് നേരെ നീട്ടി. സംശയത്തോടെയാണെങ്കിലും ഗുരുവിനെ അനുസരിച്ച് ഫ്യൂജി ആ കൊട്ടയുമായി മഞ്ഞുമൂടിയ കാട്ടരുവിയെ ലക്ഷ്യമാക്കി നടന്നു. സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളത്തിനരികിൽ മുട്ടുകുത്തിയിരുന്ന അവൻ പ്രതീക്ഷയോടെ ആ കൊട്ട അതിൽ മുക്കി. പക്ഷേ അവൻ അത് ഉയർത്തിയതും അതിലെ എണ്ണമറ്റ തുളകളിലൂടെ വെള്ളം മുഴുവൻ വാർന്നുപോയത് അവനെ ആശങ്കയിലാക്കി. പിന്നിൽ ശാന്തമായി തിളങ്ങുന്ന ഒരു നീർച്ചാൽ അവശേഷിപ്പിച്ചുകൊണ്ട് അവൻ ആ പായൽ നിറഞ്ഞ പാതയിലൂടെ തിരികെ നടന്നു. നിരാശ കൊണ്ട് അവന്റെ കൈകൾ വിറച്ചു. വലിഞ്ഞു മുറുകിയ മുഖത്ത് വിയർപ്പു തുള്ളികൾ ഇറ്റുവീണു. ആശ്രമത്തിന്റെ പടവുകളിലെത്തിയപ്പോൾ ഫ്യൂജി ഏറെ ദുഃഖത്തോടെ ആ ഒഴിഞ്ഞ കൊട്ടയെ നോക്കി. എല്ലാം മനസ്സിലാക്കിയ പോലുള്ള ഒരു സൗമ്യമായ പുഞ്ചിരിയോടെ ഗുരു ഷിൻസെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കിതച്ചുകൊണ്ട് ഫ്യൂജി തല താഴ്ത്തി. തോൽവി സമ്മതിച്ചവനെ പോലെ അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. നിശബ്ദനായ ഗുരു ഷിൻസെ തന്റെ കൈ ഉയർത്തി കാട്ടുപാതയിലേക്ക് വിരൽ ചൂണ്ടി. ഫ്യൂജി പിന്നിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ചയിൽ അത്ഭുതം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ആ പാതയ്ക്ക് ഇരുവശത്തും പല നിറങ്ങളിലുള്ള കാട്ടുപൂക്കൾ വിരിഞ്ഞ് ഒരു വർണ്ണവിസ്മയം തന്നെ തീർത്തിരുന്നു. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളേറ്റ് തിളങ്ങുന്ന പിങ്കും മഞ്ഞയും വെള്ളയും നിറമുള്ള ഇതളുകൾ കാറ്റിൽ മെല്ലെയാടി. തിരിച്ചറിവിനാലും കൃതജ്ഞതയാലും ഫ്യൂജിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദമായ ഒരു ശാന്തി പങ്കുവെക്കുന്നതുപോലെ ഗുരു ഷിൻസെ അവന്റെ തോളിൽ കൈവച്ചു. ഉദയസൂര്യനെ പോലെ ലഘുവായ ഹൃദയവുമായി അവർ ഒരുമിച്ച് സാവധാനം തിരികെ നടന്നു. അന്നു വൈകുന്നേരം പൂത്തൊലഞ്ഞു നിന്ന ചെറിമരച്ചുവട്ടിൽ ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ ഫ്യൂജി ആദ്യമായി യഥാർത്ഥ ശാന്തി എന്തെന്നറിഞ്ഞു. ജീവിതത്തിൽ നഷ്ടങ്ങളും തിരിച്ചടികളും സ്വാഭാവികമാണ്. പക്ഷേ യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്നത് ഓരോ നിമിഷത്തിന്റെയും ഭംഗി കണ്ടെത്തി ജീവിക്കുന്നതിലാണ്. Thank you so much for watching and stay blessed.